ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു വീടിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് നല്ല മൂഡും വന്നു. ഇന്ന് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വീട്ടിലെ കർട്ടനും വിൻഡോസൊക്കെ തുറക്കണമെന്നുള്ള മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനത് തുറന്നു വരുന്ന ഒരു ടൈമിൽ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ്. എനിക്കിപ്പം ഞങ്ങളുടെ ഈ ഒരു ടേബിൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ക്രിസ്മസ് ഡെക്കോർസ് വന്നതുകൊണ്ട് എന്ത് രസമാണല്ലോ ഈ ഒരു ടേബിൾ കാണാൻ. അതിൻ്റെ ഭംഗിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് നോക്കണ്ടേ. അതിൻ്റെ മുന്നേ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാകുമ്പം എനിക്ക് ആ ഒരു റാക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്കെല്ലാം ഈ ഓർഗനൈസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതാകുമ്പം നല്ല രീതിയിലൊരു മൂഡും ആവും. അപ്പോൾ എല്ലാ ദിവസം പോലെ ആദ്യത്തെ കുക്കിംഗ് ആണ് കോഫി. ആരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ ചായ കുടിക്കാറില്ലേന്ന്. ഞാൻ ചായയുടെ ഒരു പേഴ്സണേ അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കാറില്ല. ഞാൻ എപ്പോഴും കോഫിയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ വേറെ വല്ലതും വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇതുവരെ ചായ ഉണ്ടാക്കിയിട്ടേ ഇല്ല. നാട്ടിലൊക്കെ ചായ ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ ഇവിടെ ഞാൻ ചായ ഉണ്ടാക്കാറേ ഇല്ല. അച്ചു ഹാഫ് ടീ ഹാഫ് കോഫി പേഴ്സൺ ആണ്. അങ്ങനെ ഫുള്ളി ആയിട്ടുള്ള എന്നെ പോലെ കോഫി പേഴ്സൺ ആയിട്ടൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ കോഫി കുടിക്കുന്നതേ ഉള്ളൂ. ഓഫുള്ള ദിവസം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇന്ന് ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ആദ്യം കോഫി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ചിന്തയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും വീട്ടിലുള്ള വെച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഇത് ഇന്നുണ്ടാക്കാന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്മാവാണേ. ഞാൻ ഉപ്മാവിൻ്റെ വലിയ ഫാനൊന്നും അല്ല, എന്നാലും തട്ടിക്കൂട്ടി കഴിച്ചു പോകുന്നതേ ഉള്ളൂ. എനിക്ക് പണ്ടൊക്കെ എൻ്റെ കൊച്ചിലൊക്കെ എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അമൽജ്യോതിയിലോട്ട് വന്ന ശേഷമാണ് ഉപ്മാവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മാറിപ്പോയത്. കാരണം അവിടെ ആണെങ്കിൽ അവർ ഈ ക്യാരറ്റും മറ്റേ ഗ്രീൻ ബീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങി. അതോടെ എനിക്ക് ഉപ്മാവ് വെറുത്തതാണ്. പിന്നെ ഞാൻ വീട്ടിൽ ഇവൻ പപ്പ ആണെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഞാൻ പപ്പയുടെ അടുത്ത് പറയും ഉപ്മാവ് ഉണ്ടാക്കല്ലേ എന്നുള്ളത്. കാരണം അതുപോലെ ഞാൻ വെറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ UK വന്ന ശേഷം മൊത്തത്തിൽ അങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയി പോയല്ലോ. അപ്പോൾ ആ ടൈമിൽ ഈ എപ്പോഴും കഴിക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ച് വന്നപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ തന്നെ ആദ്യമായിട്ടൊന്ന് ഉപ്മാവ് ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് പിന്നെ ആ ഒരു ഉപ്മാവ് പിന്നെ അങ്ങോട്ട് ഇഷ്ടമായി. പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയാലും മമ്മിയുടെ ആ ഒരു ടേസ്റ്റിലോട്ട് വരത്തില്ല. എനിക്ക് മമ്മിയുടെ ഉപ്മാവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരാറില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി പോകുന്നതേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവും മമ്മി ഉണ്ടാക്കുന്ന ഉപ്മാവും ഏകദേശം സെയിം, പക്ഷേ എന്തൊക്കെയോ ഒരു റെസിപ്പീന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മമ്മി അതിനകത്ത് ഈ കഷ്ണങ്ങളൊന്നും ആഡ് ചെയ്യത്തില്ല, ഈ വെജിറ്റബിൾസും പിന്നെ മറ്റേ പീനട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യത്തില്ല. ഞാനാണെങ്കിലും ആഡ് ചെയ്യത്തില്ല. എനിക്കങ്ങനെ ഉപ്മാവ് ആ രീതിയിൽ തന്നെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉള്ളിയൊക്കെ മാത്രം വെച്ചാൽ മതി, വേറെ ഒന്നും വെക്കാണ്ട ആ ഒരു രീതിയിൽ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഈ കടികൾ വരുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇവൻ പപ്പ ഉണ്ടാക്കുന്ന ഉപ്മാവിനകത്തും കപ്പലണ്ടി കാണും. ഉപ്മാവിൻ്റെ ഒക്കെ ആ ഒരു സെയിം കാറ്റഗറിക്കകത്ത് വരുന്നതാണല്ലോ പുട്ട്. പുട്ടാണോ ഉപ്മാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉപ്മാവെന്ന്. കാരണം പുട്ടിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഈ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പുട്ടിനോട് അത്രയും വലിയ ഇതൊന്നും കാണിക്കത്തൊന്നുമില്ല. എന്തായാലും കഴിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാണെങ്കിൽ കഴിക്കും. പക്ഷെ ഞാനായിട്ട് ഇതുവരെ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടേ ഇല്ല. എനിക്ക് ഈ ഓഫൊക്കെ വരുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു മൂഡൊക്കെ വരുന്നത്. പിന്നെ അച്ചു വീട്ടിലുള്ള ദിവസം കൂടെ ആണെങ്കിൽ എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ ഇന്ത്യൻ ഫുഡായിരിക്കും. പിന്നെ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ഈ നൂഡിൽസോ അല്ലെങ്കിൽ റാപ്പായിട്ട് വല്ലതും എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നത്. അത് പക്ഷെ ഭയങ്കര റെയർ ആട്ടോ. പക്ഷെ ഷെഫീൽഡിലുണ്ടായിരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം തന്നെ ഭയങ്കര റെയർ ആയിരുന്നു. കാരണം നമുക്ക് സൺഡേ ടു വെനസ്ഡേ കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല. കാരണം നൈറ്റ് ഡ്യൂട്ടി കാരണം ഡയറക്റ്റായിട്ട് ഡ്യൂട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കണ്ടെന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നൊന്നുമില്ലായിരുന്നു. ആകെ ആ വീക്കെൻഡ്സിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കറക്റ്റായിട്ട് ആ 3 നേരം ഫുഡ് അങ്ങനെ പോകുന്നുണ്ട്. ഡ്യൂട്ടി ഉള്ള ദിവസം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല. അത് 3 ദിവസം മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ പിന്നെ അത് മാത്രം സ്കിപ്പാവും. പിന്നെ ലഞ്ച് ചില സമയത്ത് ലഞ്ച് സ്കിപ്പാവും, ചില സമയത്ത് അവിടെ നിന്ന് തന്നെ ലഞ്ച് കിട്ടും. അങ്ങനെ അത് മേടിച്ച് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഴിക്കുന്ന ഒരു ഡേ ഓഫിലാണ്. ഡേ ഓഫിലായിരിക്കും ഈ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പിന്നെ ആ കുക്ക് ചെയ്ത് വെച്ച് ഫുഡ് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഓർത്തത് കടുക് കീറുന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ കടുക് ഒരു സ്റ്റോക്ക് എനിക്കുണ്ടായിരുന്ന ഒരു പാക്കറ്റ്, അപ്പോൾ അത് ഞാൻ നിറച്ച് വെച്ചു. പിന്നെ അതതിന് ഉപ്മാവിനുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റവപ്പൊടി മാത്രം ഇട്ടാൽ മതി. അപ്പം എൻ്റെ റവ ഏകദേശം തീരാറായി കേട്ടോ. അപ്പം ഇത് മാത്രമായിരുന്നു, ഇതായിരുന്നു ലാസ്റ്റ് എൻ്റെ ഉപ്മാവ് ഉണ്ടാക്കുന്ന ആ ഒരു ഇത്.
പിന്നെ ഞാൻ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കടലക്കറി വെക്കാനായിട്ട്. അതാകുമ്പം അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ആ വിസിലിൻ്റെ ഗ്യാസ് ഒന്ന് പോകുന്നത് വരെ ഞാൻ ഓർത്തുനിന്ന് പിന്നെ വീട്ടിലൊന്ന് വാക്കം പിടിക്കാമെന്നുള്ളത്. ഞാൻ ആഴ്ചയിലാകെ ഒറ്റ ദിവസം മാത്രമേ വാക്കം പിടിക്കാറുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് വാക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട് നീറ്റിട്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വലുതായിട്ട് പൊടിയൊന്നും വരാറില്ല. പക്ഷെ എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയും ഞാനൊന്ന് വാക്കം പിടിക്കാനായിട്ട് നോക്കും. വാക്യം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ ലഞ്ചിലോ പ്രിപ്പറേഷനിലോട്ട് അങ്ങോട്ട് കിടക്കാവുന്ന. ഇന്ന് എന്തായാലും എനിക്ക് കറിയും തോരനും ചോറും ഒക്കെ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനുള്ള ഉള്ളി അരിയാമെന്ന് വെച്ചു. അങ്ങനെ ചെറുതും വലുതും എല്ലാ ഉള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ ഉള്ളീനെ ഷാലറ്റ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. അത് ചില കടകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ അസ്തിയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ നമ്മുടെ കൊച്ചുള്ളിയുടെ അത്രയും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു വൈറ്റ് ഒണിയൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഒരു ഒണിയനാണ് ആ ഒരു കുഞ്ഞുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതേ ഉള്ളൂ. പിന്നെ ഈ നമ്മൾ പരിപ്പറയൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളി മതിയല്ലോ, കുറച്ച് ഉള്ളിയൊക്കെ മതിയല്ലോ. ഇന്നെന്തായാലും പരിപ്പറയല്ല വെക്കുന്നത്. ഇന്ന് കറികളുടെ കൂട്ടത്തിൽ മോരാണ് ഇന്ന് വെക്കുന്നത്. അപ്പം മോര് സത്യം പറഞ്ഞാൽ ഞാൻ മോരിൻ്റെ അങ്ങനെ വലിയ ഫാനൊന്നുമല്ല. പക്ഷേ ചിലപ്പോൾ ഒക്കെ എനിക്ക് മോര് വയ്ക്കാനായിട്ട് ഇഷ്ടമാണ്. ഈ മീൻ കറിയൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ എനിക്ക് മോര് വയ്ക്കാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമുക്ക് മീൻ കറിയല്ല കേട്ടോ. ഇന്ന് നമുക്ക് നോൺ വെജ് സെക്ഷൻ എന്നുള്ളത് ഉണക്കക്കൊഞ്ചാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് അന്ന് പപ്പ കൊടുത്തിട്ട് ആ ഒരു ഉണക്കക്കൊഞ്ചിൽ നിന്ന് ഒരു സെറ്റ് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എല്ലാ ഉള്ളികളും അരിഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് കടലക്കറിക്കുള്ള ആ ഒരു ഉള്ളി അങ്ങോട്ട് വരട്ടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ മറ്റേ വെള്ളക്കടലയാണ് എടുത്തത്. വെള്ളക്കടലയായിരുന്നു ആദ്യം എനിക്ക് തപ്പിപ്പ് കിട്ടിയത്. അപ്പോൾ അത് ആദ്യം ഇന്ന് വെക്കാമെന്നുള്ള രീതിയിൽ അതാണ് ഞാൻ വെച്ചത്. അത് ഞാനൊരു 6-7 വിസിൽ അങ്ങോട്ട് കണ്ടിന്യൂസ് അങ്ങോട്ട് അടിച്ചു, ഹൈ ഫ്ലെയിമിൽ തന്നെ. ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഞാൻ ഉള്ളി അങ്ങോട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഓർത്ത് നിന്ന് പിന്നെ നമുക്ക് കുറേ ക്യാൻഡിൽസ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതിലൊരു ക്യാൻഡിൽ ഇന്ന് കത്തിക്കാമെന്ന് വെച്ചു. ഈ ഒരു ക്യാൻഡിലിന് ഒരു ചോക്ലേറ്റ് കോഫി സെൻറ്റ് ആയിരുന്നു. അപ്പം അതെനിക്ക് ആദ്യം മണപ്പിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ അങ്ങോട്ട് മണമൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ക്യാൻഡിൽ കത്തിക്കാന്നുള്ള പേരിൽ അങ്ങനെ കത്തിച്ച് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ, ഒരു ക്രിസ്മസ് വൈബില്ല ആ ഒരു ഏരിയ കാണാനായിട്ട്. ഞാൻ ഇനി കൂടുതൽ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളി എല്ലാം ബ്രൗൺ കളറായി പോവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ തിരിച്ചു തന്നു. അങ്ങനെ വെന്ത കടലയെല്ലാം ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും, ചില സമയത്ത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ഞാൻ അങ്ങോട്ട് കടലക്കറിയായിട്ട് വെക്കുന്നത്. ആദ്യം ഉള്ളിയൊക്കെ വറ്റിയിട്ട് പിന്നെ അങ്ങോട്ട് കടല വെച്ചിട്ട് വിസിലടുപ്പിക്കുമായിരിക്കും. ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് ക്യാരറ്റ് തോരൻ. അപ്പോൾ ക്യാരറ്റ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാന്നുള്ള രീതിയിലിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തുനിന്ന് പിന്നെ കുക്കർ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുക്കറിനകത്ത് അരിയൊക്കെ വെക്കാവുന്നുള്ളത്. അതാകുമ്പോൾ ചോറ് പതുക്കെ അങ്ങ് ഒരു സൈഡിലങ്ങ് ആയിക്കോളുമല്ലോ. കുക്കറിൽ എന്തായാലും ഞാൻ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഞാൻ മറ്റേ കടല ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ നിന്ന് കടല വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വെച്ചു. അതാകുമ്പോൾ ആ സെയിം പാത്രത്തിൽ എനിക്കൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാരറ്റ് തോരൻ അതിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ മോരും കാച്ചാനായിട്ട്. കണ്ട ഇപ്പം നമ്പർ ഓഫ് പാത്രം കഴുകുന്നത് ഞാൻ അങ്ങോട്ട് ലാഭമാക്കിയില്ലേ. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് പാത്രം അങ്ങനെ എപ്പോഴെപ്പോഴും ഈ സിങ്കിൽ ഇങ്ങനെ കട്ടിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും പാത്രം കഴുകി അങ്ങനെ പെട്ടെന്ന് മാറ്റും. അതാകുമ്പോൾ ആ സിങ്ക് അങ്ങ് എംറ്റി ആയിരിക്കുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്നായി എല്ലാം അങ്ങോട്ട് റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കടലക്കറി റെഡിയായി, ക്യാരറ്റ് തോരൻ റെഡിയായി, മോര് അങ്ങോട്ട് കാച്ചിട്ടുണ്ട്. ഇനി ആകെ ചെയ്യാനായിട്ടുള്ളത് കൊഞ്ച് വറുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു സൈഡിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചും കൂടി ആ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്നൊരു നല്ല കുളി അങ്ങോട്ട് കുളിച്ചാലോ എന്ന്. കാരണം എല്ലാം കൂടി ഒന്ന് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മണത്തൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് യൂഷ്വലി എല്ലാം ഒന്ന് കുക്കിംഗ് ഡേ ആണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് കുളിക്കും. കാരണം എനിക്ക് ഈ മണം അങ്ങോട്ട് എൻ്റെ മുടിയിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ഫോണിലിരുന്നു. പിന്നെ ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇന്ന് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന്. യൂഷ്വലി നമ്മളത് ഏത്തക്ക വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത്തക്കയുടെ പകരം ഞാൻ ഇതിനകത്ത് പഴം എന്നുള്ള രീതിയിൽ റീപ്ലേസ് ചെയ്തതേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണേ. ഞാൻ ആദ്യം ഓർത്തത് പഴത്തിനെല്ലാത്തിനും അങ്ങോട്ട് മാഷ് ചെയ്തിട്ട് പിന്നെ ഒരു സ്പൂൺ പഴംപൊഴി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയാലോ. പിന്നെ അത് മെനക്കേടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ മറ്റേ രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട് തുടങ്ങണം. അപ്പോൾ ഇത് ഇത്രയും നേരമായിട്ട് അച്ഛന് ഒരു ക്ലൂം കിട്ടിയിട്ടില്ലായിരുന്നു. ഉണ്ടാക്കാൻ തുടങ്ങി ആ ഒരു മണം വന്നപ്പോഴാണ് അച്ഛന് മനസ്സിലായത് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അങ്ങനെയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നേ വരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ സ്നാക്സ് ഐറ്റംസ് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ട് തൊട്ടേ ആ ഒരു ഇഷ്ടമുള്ളൊരു സാധനമാണ്.
അപ്പോൾ ആ സെയിം രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മമ്മി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഞാൻ റെഫറൻസോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനെല്ലാം അങ്ങോട്ട് മാവൊക്കെ ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കി എടുത്തത്. എണ്ണയ്ക്ക് ഒന്ന് ചൂടായെന്ന് അറിയാൻ വേണ്ടി ആ ഒരു കുറച്ചൊരു ബോൾ ഞാൻ എണ്ണയ്ക്കകത്തുനിന്ന് ഇട്ടു, ആ ഒരു മാവിൻ്റെ. പിന്നെ പൊങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എണ്ണ ചൂടായിട്ടുണ്ടെന്നുള്ള. അങ്ങനെ ഓരോന്നോരോന്നായി ഇട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് വ്ളോഗ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുക്കിംഗ് കണ്ട എല്ലാവരും മടുത്ത് കാണും അല്ലേ? അതോടെ ഞാൻ ഇന്നത്തെ വ്ളോഗ് അങ്ങോട്ട് എൻഡ് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. Till then, this is Daily Diaries of G and S signing off. Bye.